ഒരു ചെറിയ ബേസ് ബോർഡിൻ്റെ പെട്ടി എടുക്കാൻ കാണുമോ? എങ്കിൽ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ കയ്യിൽ ഇത് ഈ ഒരു സൈസിലുള്ള പെട്ടി ഉണ്ടായിരുന്നു. നോക്കണ്ട, ഇതെല്ലാം ജനിച്ചപ്പോൾ മുതലുള്ള ആരുവിൻ്റെ വളകളാണ്. ഒന്നും ഞാൻ കളഞ്ഞിട്ടില്ല. എന്തിനാണ് ഇതിങ്ങനെ വെച്ചേക്കുന്നതെന്ന് ചോദിച്ചാൽ അറിയില്ല, കളയാനൊട്ടും മനസ്സുമില്ല. അതുകൊണ്ട് എല്ലാം ഇപ്പോഴും എടുത്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ആ കാണിച്ച അത്രയും വളകളൊന്നും ഓർഗനൈസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അത്യാവശ്യം ഇപ്പം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അപ്ഡേഷനുള്ള സാധനം നമുക്കൊന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും. ഈ പെട്ടിയുടെ വൃത്തികേടൊന്ന് മാറ്റാൻ വേണ്ടിയിട്ടേ നമുക്ക് ഇതൊന്നൊരു പാറ്റേൺ ഇതേപോലെ വരച്ചെടുത്തിട്ട് അതൊന്ന് പേപ്പർ കൊണ്ട് കവർ ചെയ്തെടുക്കാം. നമ്മുടെ ഐഡിയ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കമൻറ്റ് പിന്നെ ഒട്ടും മറക്കാൻ പാടില്ലല്ലോ. പണ്ടെപ്പോഴോ ഒരു വീഡിയോയിൽ എൻഗേജ്മെൻ്റ് ഇല്ല എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ പുറത്ത് മാത്രം എനിക്കൊരുപാട് എൻഗേജ്മെൻറ്റ് തന്ന ആളുകളുണ്ട്. അതുകൊണ്ട് നിങ്ങളൊക്കെ ഇപ്പോൾ എവിടെ പോയി, എന്ത് ചെയ്യുന്നു, നമുക്കൊന്നും രണ്ടൊക്കെ പറഞ്ഞിരിക്കാന്നേ. അപ്പോൾ ബാക്ക് ടു ദ പോയിന്റ്, നമ്മൾ ഈ പെട്ടിയുടെ രണ്ട് സൈഡിലും ഇതേപോലെ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് ഒരു ഗ്യാപ്പ് ഇട്ടേക്കണം കേട്ടോ. ഈ ഷേപ്പിൽ തന്നെ സെയിം അളവിൽ സെയിം പൊസിഷനിൽ തന്നെ ഇപ്പുറത്തെ വശത്തും വേണേ. ഇനിയാണ് നമ്മൾ ഇതിനൊരു ബാങ്കിൾ ഹോൾഡറാക്കി മാറ്റാൻ പോകുന്നത്. ഇതിൻ്റെ പേര് ഇങ്ങനെ തന്നെയാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാനിട്ടൊരു പേരാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ യഥാർത്ഥ പേരറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി ഇതേപോലെ 3 സ്റ്റിക്ക് എടുക്കുക. നമ്മൾ ആ ഇട്ട ഗ്യാപ്പിലേക്ക് ഇങ്ങനെ ഒന്ന് കുത്തിച്ചാരി വെച്ച് കൊടുക്കുക. കഴിഞ്ഞു, ബാങ്കിൾ ഹോൾഡർ റെഡി ആയിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ വലിയൊരു പെട്ടിയോ ഇതേപോലെ വലിയ ടൂത്ത് സ്റ്റിക്കോ ഉണ്ടെങ്കിൽ ഇതിലും വലിയൊരെണ്ണം ഉണ്ടാക്കിയെടുക്കാം. ഇനി നമ്മുടെ ആരുഷിക്ക് പുതിയതായിട്ട് ഇവിടെ ഉത്സവത്തിന് പോയപ്പോൾ വാങ്ങിച്ച വളകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാം. ഞാനങ്ങനെ അധികം വളകളൊന്നും ഇടുന്ന വ്യക്തിയല്ല. അധികമൊന്നല്ല, വളകൾ ഇടുന്ന വ്യക്തിയേ അല്ല. ഞാനൊരു വാച്ച് ബ്രേസ്ലെറ്റ് പേഴ്സണാണ്. അതുകൊണ്ട് അങ്ങനെ വളകളൊന്നും വാങ്ങി ശീലവും ഇല്ല. പക്ഷേ ആരുഷി വന്നതിന് ശേഷം വളകളോട് ഭയങ്കര ക്രേസാണ്. ഭയങ്കര ഇഷ്ടമാണ് വാങ്ങിക്കാൻ. പക്ഷേ എനിക്കല്ല, അവൾക്ക് വേണ്ടിയിട്ട്. അപ്പം ഇതൊക്കെ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയല്ലേ കൊച്ചു പിള്ളേരുടെ ഈ വളകളൊക്കെ. അതുകൊണ്ട് കുറേ വാങ്ങിച്ചു കൂട്ടും. എല്ലാ ഡ്രസ്സിനും മാച്ചിങ് ആയിട്ടുള്ളത് എല്ലാം കാണും. എന്തായാലും നമ്മുടെ ഈ ഒരു സാധനം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലോ യൂസ്ഫുൾ ആണെങ്കിലോ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബായ്.